അല്ലനെ ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരാണ് ശരിക്കും? അതായത് ഡിപെൻഡ്സ് ഓൺ സിറ്റുവേഷൻ ആണ്. വാട്ട് ഹാപ്പൻ? ഇറ്റ്സ് ഡിപെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ഐ ഡോണ്ട് നോ. യെസ്റ്റർഡേ യു ആക്ച്വലി ഓരോ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർ സീരിയസ് ആവും. സർപ്രൈസ് അല്ല, Seriously, സർപ്രൈസ്. I'm also surprised. But this kind of talk is not good. Yeah. I think kind of anger like you, we used to speak like this. You know. ഹൈദർമാനും ഒക്കെ ഇന്ന് എന്താണ് ഇവിടെ പരിപാടി അറിയില്ല. എന്താ ഇവിടെ നടത്തുന്നത്? അതിന്റെ പേരെന്താ? ഹനാൻഷാന്റെ പരിപാടി. അപ്പൊ ഹനാൻഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഹനാൻഷ എത്തിച്ചേർന്നിട്ടുണ്ടോ ഇവിടെ? ഹനാൻഷ എത്തിയോ? ഇല്ല, ഹനാൻഷ എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ ഹനാൻഷ ഇതുവരെ സൈറ്റിലെത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. ഹനാൻഷ ഇതുവരെ സൈറ്റിലെത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം എക്സൈസർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ്, മോനെ എന്റെ കൈമൊന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ കുഞ്ഞ് ജയിലിൽ പോകുന്ന അവിടെ കിടക്കേണ്ടി വരും. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം, ഇത് ഞാൻ ഇഞ്ച പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ പണിക്ക് പോയിട്ട് വേർത്ത് ഒലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. പിന്നെ അത് നമ്മൾ വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഈ മൂന്ന് പാർട്ടിക്കാരും കൊള്ളത്തില്ല, ഒരു പാർട്ടിയും കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ ഇവരെല്ലാം അവസരവാദികളും യവന്മാരെല്ലാം കൊണ്ട് തിന്ന ഇത് പൈസ. യവന്മാര് മൊത്തം തിന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. കോൺഗ്രസ് അതിനെക്കാട്ടിയും കൊള്ളത്തില്ല. BJP വേറും പണ്ടല്ലേ. ഇപ്പൊ എന്തായി? നിങ്ങളുടെ വയറ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അകത്ത് കുപ്പി ഉണ്ടായിരുന്നെന്ന്. അപ്പൊ ഇതെന്താ ബാറ എന്ന് വെച്ചാ മഞ്ഞ ഏതാ ചുമല ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണിന് വരുന്ന ഒരു രോഗം. അത് മഞ്ഞപ്പിത്താടാ ഫുളെ. ഇനി എന്ത് ചെയ്യും? ഇവിടെ കുനിഞ്ഞില്ലേ സാർ? എന്താ വിനോക്കില്ലേ? അവൻ വീട്ടിൽ പോട്ടെന്ന് ചോദിക്കാൻ വേണ്ടി എണീറ്റതാ. മദ്യലഹരിയിൽ കൺട്രോൾ പോയി അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ചു എന്നതും സത്യം തന്നെയാണ്. പക്ഷെ ഇടിച്ചത് ഇവിടെ മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിന്റെ അടുത്തല്ല. പിന്നെ നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് ഇടിച്ചത്. മൂത്രനാളിയിൽ ഇലക്ട്രിക് വയർ കുത്തിക്കയറ്റിയ 25-കാരൻ ആശുപത്രിയിൽ. ഇതിനകത്ത് ചാർജിംഗ് പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് നോക്കിട്ട്. വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. ട്രിവാൻഡ്രം നമ്മളെ സ്ഥലം. പ്രൗഡ് മൂവ്മെന്റ്. ഓ മൈ ഗോഡ്. മൂത്രനാളിയിൽ 3 മീറ്ററോളം നീളമുള്ള ഇലക്ട്രിക് ഇൻസുലേഷൻ വയർ കുത്തിക്കയറ്റിയ 3 മീറ്ററാ? ചെറുക്കൻ നീ സ്പേമിന് നീ വടമല്ലിരിക്കാൻ അതിനകത്ത് ചാർജ് എടുത്തിട്ടത്. 2.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് ഇൻസുലേഷൻ വയർ പുറത്തെടുത്ത് യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത്. 2.5 മണിക്കൂറിന്റെ ശസ്ത്രക്രിയ പോലും അവന് ഇടാൻ കുഴപ്പമില്ല, അത് എടുക്കാൻ 2.5 മണിക്കൂറാ. ഇട്ടാണക്കിന് തിരിച്ചില്ല, കിണറ്റിന് വെള്ളം കോരൂല, അതുപോലെ അങ്ങ് വലിച്ചെടുക്കണം. പല കഷണങ്ങളായി മുറിച്ചാണ് യൂറോളജി വിഭാഗം എന്തോന്ന് പല കഷണങ്ങളായി മുറിച്ച് ഇലക്ട്രിക് വയർ പുറത്തെടുത്തത്. ഇലക്ട്രിക് വയർ ആയിരുന്നു പല കഷണങ്ങളായി. ഞാൻ വെറുതെ ആശ്വസിച്ചു, കാരണം അതും വെട്ടിക്കളയണം. ഇമാതിരി കഴപ്പാടി വേടാ, അതിനില്ലേ കുറച്ച് ആഗ്രഹങ്ങള്. ഈ പശുവിനല്ലേ കൊടുക്കാനല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ പശു. ഈ പശുവിനെ പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? കണ്ണിന് മുന്നിൽ വെക്കല്ലേ പശു, നോക്കിക്കോളി, നല്ല പശു അല്ലേ? അങ്ങനെയല്ലാന്നേ, നമ്മൾ ഈ മൊബൈലൊക്കെ വാങ്ങാൻ പോയാലേ ആരും ഇങ്ങനെ പറഞ്ഞുതരില്ല. അവണൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അങ്ങനെയാണോ വേണ്ടി? അങ്ങനെ പറഞ്ഞുതരാം. അതായത് ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ ഫിനിഷിൽ വരുന്ന ഇന്ത്യൻ മെയ്ഡ് സാധനമാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമല്ല. ഫ്രണ്ട് ഡ്യുവൽ ക്യാം വരുന്നുണ്ട്, പ്രൊട്ടക്ഷന് 2 കൊമ്പ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റോറേജ് ആണ്. ഒരു 512 GB കംപ്ലീറ്റ് സ്റ്റോറേജ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകത ഇതിനുള്ളത് വെച്ചാൽ ചാർജിങ് സ്ലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ചാർജർ ഇതിന്റെ കൂടെ അല്ല, അത് നിങ്ങൾ പുറത്തുനിന്ന് വരും. നിങ്ങൾ ഇതെങ്ങോട്ടമായി പാരിമുട്ടയായിട്ട് വെറുതെ എന്തിനാ ഗ്യാസ് ചെലവാക്കണം? നല്ല ചൂടുണ്ടല്ലേ, പൊട്ടിച്ചൊഴിക്കാം. നീ പത്രം വായിച്ച പണിക്ക് പോയ ആൾക്കാരൊക്കെ സൂര്യതാപേറ്റ് പൊള്ളലേറ്റുന്നു. എനിക്ക് പേടിയാവണ്. അയ്യോ, അതിന് നിങ്ങൾ എന്തിനു പേടിക്കണം? പണിക്ക് പോണവർക്കല്ലേ പൊള്ളലേക്കണം. ചരമ കൂടെ വായിച്ചില്ല, എന്നിട്ട് വായിച്ചിട്ട് വരാം. ഈ കൊടുംചൂടത്ത് കറണ്ട് കൂടെ പോയാൽ നല്ല രസമായിരിക്കും അല്ലേ? നീ എപ്പോഴും പോയി തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ച? വേർത്ത് കുളിച്ചതാണ് അവന്റെ നാക്ക്. ഹലോ KCB മകളെ, ഇപ്പോഴൊന്നും കറണ്ട് വരില്ല, പരസ്പരം ഊതി ഊതിയിരിക്കും.
ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോത്തില്ല. സ്പൈഡർമാൻ പാചകക്കാരനാടോ, എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞു വിടും, കൊറേ പണിയുണ്ട്. ഓ തീർത്തി. അപ്പൊ സംശയിക്കാം. അങ്ങോട്ട് മാറി. സസ്പെക്ട് നമ്പർ 1 സ്പൈഡർമാൻ. Na Sherry by AA, subscribe Cheyumo Bell Adichu Pu like Neku Share Cheyu Apo. Bye.